പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വീണ്ടും നല്ല ഒരു പ്രഭാതം കൂടി ദൈവം നമുക്കിന്ന് ഒരുക്കി തന്നു. ഈ 2025 28 ഡിസംബർ മാസത്തിലേക്ക് കടന്നു വരുമ്പോൾ എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 8-ാം വചനത്തിൽ കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകും. നമ്മൾ വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ വിശ്വാസം തന്നെ കൃപയാലാണ് നമുക്ക് കിട്ടിയത്. കൃപയാലാണ് ഒരാൾക്ക് വിശ്വാസം ഉണ്ടാകുന്നത്. കൃപ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിലൂടെയാണ് വെളിപ്പെടുന്നത്. മർക്കോസ് സുവിശേഷം 16-ാം അധ്യായത്തിൽ വിശ്വസിക്കുന്നവന്റെ കൂടെ ഈ അടയാളം ഉണ്ടാകും, അവൻ പിശാചുക്കളെ ബഹിഷ്കരിക്കും, പുതിയ ഭാഷകളിൽ സംസാരിക്കും. ഇവിടെ വിശ്വാസം ദൈവകൃപയാലാണ് നമുക്ക് ദൈവം തന്നത്. ഈ കൃപ നമ്മുടെ അകത്ത് ശക്തമായി വെളിപ്പെടുവാൻ ഇടയാക്കണം. എബ്രായ ലേഖനത്തില് 11-ാം അധ്യായത്തിന്റെ 1-ാം വചനത്തിൽ വിശ്വാസം എന്നത് കാണപ്പെടാത്തതാണെന്നും കാണപ്പെടാത്തതുണ്ട് എന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് ഉണ്ടാകുന്നു. അതെങ്ങനെ ഉണ്ടാകും? കൃപയാലാണ് നമുക്കത് ഉണ്ടാകാൻ ഇടയാകുന്നത്. കൃപയാലാണ് ദൈവം തൻ്റെ കൃപ നമ്മുടെ മേലേക്ക് പകർന്നു. കൃപ നമ്മുടെ മേലേക്ക് പകർന്നപ്പോഴാണ് വചനം കേൾക്കുമ്പോൾ നമ്മുടെ അകത്ത് വിശ്വാസം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് എഫെസ്യ ലേഖനം 2-8 ഇങ്ങനെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, അത് ദൈവത്തിൻ്റെ ദാനമത്രേ. നമ്മളുടെ എന്തെങ്കിലും കഴിവുകൊണ്ടാണോ നമ്മൾ കർത്താവിനെ അറിയാൻ ഇടവന്നത്? ദൈവം തൻ്റെ കൃപയാലാണ് നമ്മെ വിളിച്ചത്. അബ്രാഹാമിനെ വിളിച്ച ദൈവം, ഇസഹാക്കിനെ വിളിച്ച ദൈവം, യാക്കോബിനെ വിളിച്ച ദൈവം, മോശയെ വിളിച്ച ദൈവം, ഏലിയാവിനെ വിളിച്ച ദൈവം, ഏലിശായെ വിളിച്ച ദൈവം, കൃപയാലാണ് പ്രിയമുള്ളവരെ ദൈവം വിളിച്ചത്. പുതിയ നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയും, യേശു അപ്പസ്തോലന്മാരെ വിളിച്ചു. എങ്ങനെയാ ദൈവം വിളിച്ചപ്പോൾ? ശിമിയോന്റെ ആ വള്ളം കുറച്ചുകൂടെ കർത്താവ് കയറി മുന്നോട്ട് നീക്കാൻ പറഞ്ഞ് ആ വള്ളത്തിലിരുന്ന് കർത്താവ് വചനം പറഞ്ഞ് ആ വള്ളത്തിൽ അവരോട് മീൻ പിടിക്കാൻ പറഞ്ഞു. ആ മീനിന്റെ പെരുപ്പം കണ്ട് അവർക്ക് മതിമറന്നു പോയി, എന്ത് ചെയ്യണമെന്നറിയാതെ. ഇതെങ്ങനെയാണ് അവരുടെ വിശ്വാസം വർദ്ധിച്ചത്? യേശു തന്റെ വചനം പറഞ്ഞപ്പോൾ, വചനം ദൈവമാണ്, ദൈവവചനം കൃപയാൽ പത്രോസിന്റെ അകത്തേക്ക് കടന്നു ചെന്നു. യേശു പറയുന്നത് കേൾക്കാൻ, അനുസരിക്കാൻ, അതുപോലെ പോകാൻ പത്രോസിനിടയായി. യേശു പറഞ്ഞതുപോലെ അവൻ അനുസരിച്ചപ്പോൾ അവന്റെ വല നിറയെ മത്സ്യം കിട്ടി. അവൻ ആ മത്സ്യത്തെയൊക്കെ വിട്ട് യേശുവിന്റെ കൂടെ കൂടി. യേശു പറഞ്ഞു, ഞാൻ ഇന്നു മുതൽ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. കർത്താവിന്റെ കൂടെ കൃപയാൽ ഒന്ന് ഇറങ്ങിത്തിരിക്കാവോ? നമ്മുടേതായ കഴിവുകളൊന്നും ഉപയോഗിക്കാതെ ദൈവത്തിന്റെ കൃപയാൽ ഒന്ന് കർത്താവിന്റെ കൂടെ ഇറങ്ങിത്തിരിച്ചാലുണ്ടല്ലോ, ദൈവം നമ്മളിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. ദൈവം നമ്മളിൽ ഇടപെടാൻ തുടങ്ങും. നമ്മൾ കാണാത്ത പലതും നമ്മൾ കാണാൻ തുടങ്ങും. നമ്മൾ ഇതുവരെയും ചെയ്തിട്ടില്ലാത്തത് നമ്മളിലൂടെ ദൈവം ചെയ്യിപ്പിക്കും.
നമ്മൾ ഇതുവരെയും പ്രവർത്തിക്കാത്തത് ദൈവം നമ്മളിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. നമ്മൾ പറയാത്ത കാര്യങ്ങൾ ദൈവം നമ്മളെ കൊണ്ട് പറയിപ്പിക്കും. ഈ ഒരു അഭിഷേകം ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്ന് ചോദിച്ചു വാങ്ങാമോ? കർത്താവേ, ഇന്നത്തെ ദിവസം നിന്റെ കൃപയാൽ എന്നെ വിശ്വാസത്തിൽ ബലപ്പെടുത്തണം. അവിടുത്തെ അഭിഷേകത്തിൽ എന്നെ നിർത്തണം. നിന്റെ ശക്തിയാൽ എന്നെ നടത്തണം. അതിനുള്ള വലിയ കൃപ എൻ്റെ മേൽ പകർന്നു തരണം. എൻ്റെ പ്രവൃത്തിയോ എൻ്റെ കഴിവോ എൻ്റെ യോഗ്യതയോ ഒന്നും കൊണ്ടല്ല, അവൻ്റെ ആത്മാവിനാൽ എനിക്ക് ശക്തിയും കൃപയും തന്നെ എന്നെ നടത്തണം. ഈ പ്രഭാതത്തിൽ എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും പ്രവൃത്തികളിലും അങ്ങയുടെ സാന്നിധ്യം കടന്നു വരണം. കർത്താവ് എന്നെ അനുഗ്രഹിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.